ദുബായിലും ഇറാന്റെ വ്യോമാക്രമണം തുടരുന്നുണ്ട്. ദുബായിലും അബുദാബിയിലും തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്ഷയ് പേരാവൂർ വിവരങ്ങൾ നൽകും. അക്ഷയ്, എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ സ്ഫോടന ശബ്ദങ്ങൾ പലയിടങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുകയാണോ? അത് തന്നെയാണ്. അബുദാബിയിലും അതുപോലെ തന്നെ ദുബൈയിലും നിരന്തരമായി ഇറാന്റെ വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം കൃത്യമായി പ്രതിരോധിക്കാൻ, ഈ വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാൻ യുഎഇക്ക് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ദുബൈയാണ്. ദുബൈ എയർപോർട്ടിന്റെ സമീപത്താണ്. ഈ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പലതവണ ഇപ്പോൾ നിലവിൽ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷെ കൃത്യമായി പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. അതിന്റെ ശബ്ദമാണ് എമിറേറ്റിലുടനീളം കേൾക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ശബ്ദമാണ് ദുബൈയിൽ ഉടനീളം കേൾക്കുന്നത്. ഇതിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ ആളുകളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഈ ആക്രമണങ്ങൾ മാറിയിട്ടില്ല. കാരണം അത്രത്തോളം കഴിഞ്ഞ മണിക്കൂറുകളൊന്നും തന്നെ എവിടെയും ഡ്രോണോ മിസൈലുകളോ പതിച്ച് വലിയൊരു നാശനഷ്ടം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളൊന്നും ഇല്ല അല്ലേ? ഇല്ല, നിലവിൽ വലിയൊരു നാശനഷ്ടം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത യുഎഇയിൽ നിന്ന് വരുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുകയും ഡ്രോൺ ഉൾപ്പെടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇതിന്റെ കീഴ് കഷ്ണങ്ങൾ തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തെറിക്കുമ്പോൾ അത് പതിച്ച് പല ആളുകൾക്കും അപകടം സംഭവിക്കുന്ന ഒരു കാഴ്ച, ഒരു വാർത്ത ദുബൈയിൽ നിന്നും അതുപോലെ തന്നെ അബുദാബിയിൽ നിന്ന് വരുന്നുണ്ട്. അബുദാബിയിൽ നിന്ന് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു. അതുപോലെ തന്നെ ദുബൈയിൽ നിന്ന് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഡ്രോൺ പ്രതിരോധിക്കുന്നതിനിടെ ഈ ഡ്രോണിന്റെ കീളുകൾ ദുബൈയിലെ 2 വീടുകളുടെ മുറ്റത്ത് പതിച്ച് വീടുകൾക്ക് പുറത്തുണ്ടായിരുന്ന 2 ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വിവരം ദുബൈ മീഡിയ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആളുകളോട് ഈ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇതിന്റെ കീളുകളും മറ്റും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ആളുകളോട് കൃത്യമായി സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ തന്നെയാണ് അധികൃതർ നിർദ്ദേശം നൽകുന്നത്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും പ്രത്യേകം തന്നെ അധികൃതർ എടുത്തു പറയുന്നുണ്ട്. കാരണം നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ദുബൈ ഉൾപ്പെടെയുള്ള യുഎഇ ഉൾപ്പെടെയുള്ള പ്രവാസികളെ വിളിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. പക്ഷേ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ യുഎഇയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ശരി. ദുബായിലാണ് ഇറാന്റെ വ്യോമാക്രമണം തുടരുന്നത്. ദുബായിലും അബുദാബിയിലും തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന വിവരങ്ങളാണ് അക്ഷയ് പേരാവൂർ നൽകുന്നത്.